ലോകത്തെ അമേരിക്കയുടെ മേധാവിത്വത്തിനും ഭീഷണികൾക്കുമെതിരെ രാജ്യാന്തര സമൂഹം ഒന്നിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി. യുഎസിന്റെ സമ്മർദ്ദതന്ത്രങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളേണ്ട സമയമായെന്നും ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ സമാനമായ ഭീഷണികളും സമ്മർദ്ദങ്ങളും നേരിടുന്നവരാണെന്ന് അരാഗ്ചി ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ കൂടുതൽ ശക്തമായും കൂട്ടായും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വേദിയിലുള്ള ആർക്കും തന്നെ യുഎസ് മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടം അപരിചിതമല്ല. നമ്മളിൽ പലരും ഒരേ തരത്തിലുള്ള ഭീഷണികളുടെ വിവിധ രൂപങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സങ്കുചിത നിലപാടുകൾക്ക് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ് സ്ഥാനമെന്ന് വ്യക്തമാക്കാൻ നമ്മൾ ഒരുമിച്ച് അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തകർച്ച നേരിടുന്ന സാമ്രാജ്യങ്ങൾ തങ്ങളുടെ അനിവാര്യമായ വിധി തടയാൻ എന്തും ചെയ്യും. മുറിവേറ്റ മൃഗം വീഴുന്നതിന് മുൻപ് അക്രമാസക്തമായി അലറുന്നത് പോലെയാണ് അമേരിക്ക ഇപ്പോൾ എന്നാണ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും പ്രാദേശിക സുരക്ഷിതത്വവും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബ്ബാസ് അരാഗ്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു നാഴികക്കല്ലായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഹോർമസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കും തുറന്നിട്ടിരിക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രസ്താവിച്ചത്. എന്നാൽ ഒരു നിബന്ധനയോടെയാണ് എന്ന് മാത്രം. എല്ലാ കപ്പലുകളും ഇറാനിയൻ നാവികസേനയുമായി സഹകരിക്കണം. ട്രംപിന്റെ ചൈന സന്ദർശനത്തിനും ഗൾഫിലേക്കും ഊർജ്ജ വിതരണ പാതകളിലേക്കും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവനയും പുറത്തുവരുന്നത്. ഇറാനിയൻ നാവികസേനയുടെ കപ്പലുകൾ പിടിച്ചെടുക്കൽ, നിരീക്ഷണം വർദ്ധിപ്പിച്ചത് തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഗൾഫ് മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും ഇറാൻ ഇപ്പോൾ ഹോർമസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി തുറന്നുകൊടുക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഒരു പ്രധാന ഭാഗം ഹോർമസ് കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഈ വഴിയാണ് സഞ്ചരിക്കുന്നത്. ഹോർമസിലെ സംഘർഷങ്ങൾ ലോകമെമ്പാടുമുള്ള അസംസ്കൃത എണ്ണ വിലയിൽ കുത്തനെയുള്ള വർധനവിന് കാരണമായി. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഏകദേശം 85% നിറവേറ്റുന്നതിനായി അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗവും ഹോർമസ് കടലിടുക്ക് വഴിയാണെന്ന് മാത്രം. അസംസ്കൃത എണ്ണയുടെ വില ഉയരുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇത് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. അതേസമയം ഹോർമസ് കടലിടുക്കിന്മേൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാണിജ്യ കപ്പലുകൾക്കായി ഹോർമസ് കടലിടുക്ക് തുറന്നു കൊടുത്തതായും ഇറാൻ പ്രസ്താവനയിൽ പറഞ്ഞു. പക്ഷേ US ഉപരോധം ഇപ്പോഴും നിലവിലുണ്ട് എന്നത് മറ്റൊരു വാസ്തവം. അരാഗ്ചിയുടെ വാക്കുകൾ ഷിപ്പിംഗ് കമ്പനികളിലും സർക്കാരിലും ആശങ്ക ഉയർത്താൻ സാധ്യതയുമുണ്ട്. കാരണം ആ വഴിയിലൂടെ എണ്ണയും വാതകവും കൊണ്ടുപോകുന്നതിന് കമ്പനികൾക്കിനി ഇറാനിയൻ അനുമതി ആവശ്യമാണെന്നത് അവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നുമുണ്ട്. പശ്ചിമേഷ്യ സംഘർഷത്തിൽ ഇറാനുമായി ധാരണയിലെത്താൻ കഴിയാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ ഒരു കരാറിന് തയ്യാറാവുകയോ അല്ലെങ്കിൽ ഉന്മൂലനം നേരിടുകയോ ചെയ്യണമെന്നാണ് ട്രംപ് പറയുന്നത്. അവർക്കൊരു കരാർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവർ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് US ബ്രോഡ്കാസ്റ്റ് ന്യൂസിനോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ഇറാൻ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം, ട്രംപ് പറഞ്ഞു. അവർ ഭൂമിക്കടിയിൽ നിന്ന് ചില മിസൈലുകൾ എടുത്തിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ എല്ലാം ഇല്ലാതാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇറാൻ ഭരണകൂടത്തെക്കുറിച്ച് തന്റെ അഭിപ്രായമാറ്റവും ട്രംപ് സൂചിപ്പിച്ചു. അവർ പല കാര്യങ്ങളിലും കൂടുതൽ ന്യായയുക്തരാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത ഒന്നാം നിരയെ അപേക്ഷിച്ച് രണ്ടാം നിര മിടുക്കരാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിൽ എത്തിയിരിക്കുകയാണ് ട്രംപ്. ഹോർമസ് കടലിടുക്ക് നിയന്ത്രണങ്ങളില്ലാതെ തുറക്കണമെന്ന് ചൈന ആഗ്രഹിക്കുന്നുവെന്ന് US വ്യാപാര മേധാവി അറിയിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങളോ ടോളുകളോ ഇല്ലാതെ ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.